ട്രാവൽ ഡയറി യൂട്യൂബ് ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂരിന് അടുത്തുള്ള മുണ്ടൂർ ചർച്ചിലാണ്. തൃശ്ശൂരിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്ററാണ് മുണ്ടൂർ ചർച്ചിലേക്ക് ഉള്ളത്. ഇന്ന് ഇവിടുത്തെ പെരുന്നാളാണ്. പെരുന്നാൾ ദിവസത്തിലാണ് നമ്മളവിടെ ചെല്ലുന്നത്. പള്ളിയും പരിസരമൊക്കെ ഈ കാണുന്നത് പോലെ വളരെ മനോഹരമായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. പള്ളിയിൽ വളരെ മനോഹരമായി തന്നെ ലൈറ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. അത് നമുക്ക് വൈകുന്നേര സമയത്തുള്ള വിഷ്വലിൽ കാണാൻ പറ്റും. ക്രിസ്മസിന് അലങ്കരിച്ചിട്ടുള്ള ഡെക്കറേഷനും പരിപാടികളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അത് മാത്രമല്ല, പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് ഒരു സൈഡിൽ നിറയെ സ്വർണ്ണ നിറത്തിലുള്ള കുരിശുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പുറകിലായിട്ട് വർണ്ണ കുടകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വളരെ തിരക്ക് കുറവാണ്, ഉച്ച സമയമാണ്. രാത്രി നമുക്ക് കാണാൻ കഴിയും പെരുന്നാളിൻ്റെ ആ ഒരു ആൾ തിരക്കും ആൾക്കൂട്ടവും ബാൻഡ് സെറ്റും കലാപരിപാടികളും എല്ലാം കാണാൻ കഴിയും. നമുക്ക് അല്പം ഈ ചർച്ചിന്റെ ഹിസ്റ്ററി ഒന്ന് കേട്ടിട്ട് വരാം. ചരിത്രം 18ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ മുണ്ടൂർ പ്രദേശത്ത് കത്തോലിക്ക ഭവനങ്ങൾ കുറവായിരുന്നു. ഉള്ളവർ തന്നെ ദേവാലയ ആവശ്യങ്ങൾക്കായി സമീപ പ്രദേശങ്ങളായ വേലൂർ, മറ്റം, കൊട്ടേക്കാട്, പറപ്പൂർ എന്നിവിടങ്ങളിലെ ദേവാലയങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത്. എങ്കിൽ പോലും കൂടുതൽ പേരും പറപ്പൂർ ഇടവകക്കാരായതിനാൽ ആ ദേവാലയത്തെയാണ് ആശ്രയിച്ചിരുന്നത്. ദൂരാധിക്യത്താലും വാഹനങ്ങളുടെ സൗകര്യക്കുറവിനാലും പലപ്പോഴും ദേവാലയ ആവശ്യങ്ങളിൽ പങ്കുകൊള്ളുവാൻ പ്രയാസമായി അനുഭവപ്പെട്ടിരുന്നു. മാത്രമല്ല, കൃത്യസമയങ്ങളിൽ എത്തിച്ചേരുവാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വിവിധ ഇടവകക്കാരായ ഇവിടുത്തെ കത്തോലിക്കർ സംഘടിച്ച് അവരുടെ കേന്ദ്രത്തിൽ തന്നെ ഒരു ദേവാലയം വേണമെന്ന ഉത്കടമായ ആഗ്രഹം അന്നത്തെ മതമേലധ്യക്ഷന്മാരെ അറിയിക്കുകയുണ്ടായി. ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന കത്തോലിക്ക വിശ്വാസികളുടെ ഈ ആവശ്യം ന്യായമാണെന്ന് മതമേലധ്യക്ഷന്മാർക്ക് ബോധ്യപ്പെടുകയും ആയതിന് അനുമതി നൽകുകയും ചെയ്തു. അനുമതി ലഭിച്ചപ്പോൾ അന്നത്തെ സമുദായ സ്നേഹികളായ വിശ്വാസികളുടെ തീവ്രവും സംഘടിതവുമായ പ്രയത്നത്തിന് ഫലമായി മുണ്ടൂരിന്റെ അന്നത്തെ ആസ്ഥാനമായിരുന്ന പഴമുക്കിൽ 1871 ജൂലൈ 16-ാം തീയതി ഒരു തുറന്ന സ്ഥലത്ത് പനമ്പ് മറയ്ക്കുള്ളിൽ ഓലമേഞ്ഞ ഒരു ഷെഡിൽ ആദ്യത്തെ ദീപബലി അർപ്പിക്കപ്പെട്ടു. ഇപ്പോൾ പുതുക്കി പണിയുന്ന പള്ളിയുടെ തെക്കു ഭാഗത്തായിരുന്നു അന്നത്തെ അങ്ങാടിയും പ്രധാന ജനവാസവും. If I could let you see through me, you will wonder, realizing how special you are. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിലും അതുപോലുള്ള ചെറിയ സ്ഥലങ്ങൾ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓൾ കേരള ട്രിപ്പ് ഉടനെ വരുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാക്കുക. അപ്പോൾ അടുത്തൊരു വിശേഷമായിട്ട് കാണാം. ബൈ.